കേരളത്തെ നടുക്കിയ പാറശാല ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി വരാനിരിക്കെ ഗ്രീഷ്മയുടെ കൺവിൻസിംഗ് ഫോൺ കോളുകൾ അല്ലെങ്കിൽ മിനിമം ഒരു ഓസ്കാർ എങ്കിലും കൊടുക്കേണ്ടിയിരുന്ന ആ കൊലപാതകയുടെ മുതലക്കണ്ണീരോട് കൂടിയുള്ള ഫോൺ കോളുകൾ വീണ്ടും സൈബറിടങ്ങളിൽ തിരയപ്പെടുകയാണ്. പഠിച്ച കള്ളി എന്നുള്ള നാടൻ പ്രയോഗത്തിന് ഒരുപക്ഷെ ഏറ്റവും അനുയോജ്യയായ സ്ത്രീ തന്നെയാണ് ഗ്രീഷ്മ എന്ന് തെളിയിക്കുന്നതായിരുന്നു ആ സംഭാഷണങ്ങൾ. ജീവന് തുല്യം സ്നേഹിച്ച പ്രണയിനിയെ അത്യാസന്ന നിലയിൽ കഴിയുമ്പോൾ ഷാരോണും ഗ്രീഷ്മയുമേ നടത്തിയ വോയിസ് ചാറ്റിലും അതേ നാടകം ഗ്രീഷ്മ തുടർന്നു. ആദ്യമ വോയിസ് ചാറ്റുകൾ കേൾക്കാം. അതായത് ഷാരോണും ഗ്രീഷ്മയും തമ്മിൽ നടത്തിയ വോയിസ് ചാറ്റ് കേൾക്കാം. പക്ഷെ എനിക്ക് ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നുന്നു. അതൊരു നോർമൽ ടേസ്റ്റ് ആയിരുന്നാ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അതും റിയാക്ട് ആയതാണോ എന്തോ. എടി ചാട്ടനൊക്കെ വന്നു, പക്ഷെ ചാട്ടൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റൂലല്ലേ. ഇതേപോലെ കഷായം കുടിച്ചാൽ ഞാൻ വീട്ടിൽ പറഞ്ഞ ഒരു മറ്റേ നമ്മൾ അന്ന് കുടിച്ചില്ല ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് ഒരു കയ്പുള്ള നമ്മളന്ന് കുടിച്ചില്ലേ, അതേപോലത്തെ ഒരു സാധനം കുടിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അത് കുടിച്ചതൊട്ട് ഛർദ്ദിൽ തുടങ്ങിയെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത്. ഷാരോണിന്റെ സഹോദരൻ ഷിമോൻ തന്നെയായിരുന്നു ഗ്രീഷ്മയാണ് ഈ കേസിലെ പ്രതി എന്ന് ആദ്യം സംശയമുന്നയിച്ച വ്യക്തി. ഈ കേസിലെ പ്രധാന സാക്ഷിയും ഷിമോനാണ്. കഷായം കുടിച്ചതിന് പിന്നാലെയാണ് സഹോദരൻ ഷാരോണിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായതെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത അന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാർത്ഥി കൂടിയായിരുന്ന ഷിമോൻ ഗ്രീഷ്മയുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങളും കേസിലെ നിർണായക വഴിത്തിരിവായി. ആ ഫോൺ സംഭാഷണവും ഒന്നുകൂടി കേൾക്കാം. ഞാൻ കഴിച്ചോണ്ടിരുന്നത് എനിക്ക് ഒരു പ്രശ്നവും അല്ലല്ല, എല്ലാവർക്കും ഒരു പ്രശ്നം വരൂല, മനസ്സിലായോ? എല്ലാരും ബോഡി ഒരേപോലെ അല്ലല്ലോ, സെൻസിറ്റിവിറ്റി വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതറിയാനാണ് ചോദിച്ചപ്പോ പുള്ളി അല്ല ഡോക്ടർ എന്താ കോഴിക്കോടാണ് എന്തോ ആണെന്നാണ് പറഞ്ഞത്. പുള്ളി വീട്ടിൽ വന്നാ ഒരിക്കൽ വീട്ടിൽ വന്നായിരുന്നു. ഇവിടെ എന്തോ ആവശ്യത്തിന് വന്ന സമയത്താണ് ചേച്ചി വിളിച്ചോണ്ട് വന്നത്. ഒരിക്കൽ വീട്ടിൽ വന്ന് എന്നെ നോക്കിയിട്ട് പോയതാ. അപ്പോഴാണല്ലേ മരുന്ന് എഴുതിയത്? അപ്പോഴാണ് എഴുതിയത്. ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം, അതിനുവേണ്ടിയാണ് നിങ്ങളടുത്ത് ചോദിച്ചത്. അപ്പൊ പുള്ളിയുടെ നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്ന വലിയ ഉപകാരമായിരുന്നു. അല്ലെങ്കിൽ കുപ്പിയുടെ പേര് നിങ്ങൾ കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ, സ്റ്റിക്കർ എന്തോ കളഞ്ഞിട്ട് കഴുകി എന്തോ വെച്ചോ. അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്ന് ഇപ്പൊ എടുത്തിട്ടൊന്ന് സജിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി. ഫാർമസി എന്ന് പറയുന്ന കുപ്പിയാകുമ്പോഴത്തേക്കും അടപ്പിൽ ലേബൽ ഉണ്ടാവും, അല്ലാതെ പറ്റൂലല്ലോ. ഞാൻ ഇതല്ലേ ആയുർവേദ ഡോക്ടറല്ലേ, എനിക്കറിയാലോ. എനിക്ക് ഫുൾ ബോട്ടിലല്ല തന്നത്, എനിക്ക് പകുതിയോളം ഒഴിച്ചാണ് തന്നത്. അല്ല, പിന്നെ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞെന്ന് പറഞ്ഞു. അവിടെ പിന്നെ ലേബലൊന്നും ഇല്ല. സജിനത് പറഞ്ഞ ദിവസം ഞാൻ ഓടിപ്പോയി അതിനെടുത്ത് നോക്കി. മേ ബി അതിൽ എഴുതിയിട്ടുള്ള നെയിം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. തരാറാണ് പതിവ്. സ്റ്റിക്കർ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഏത് സ്റ്റിക്കർ ആണെന്നും എനിക്ക് അറിഞ്ഞൂടാ. അമ്മ എനിക്ക് ഒഴിച്ചു തരാറാണ് പതിവ്. എന്റെ കയ്യിലൊന്നും തരില്ല മെഡിസിൻസ് ഒന്നും. എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കിയിട്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്, ഇങ്ങനെ കഴുകിയെല്ലാം എടുത്ത് മാറ്റിയിടാ, ഇതിലൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഷാരോണിന്റെ ഉറ്റ സുഹൃത്തായ റെജിന്റെ സംശയങ്ങൾക്കും തന്നെ സംശയിക്കുന്നതിൽ വലിയ മനോവിഷമം ഉണ്ടെന്നുള്ള തരത്തിൽ അഭിനയിക്കുകയാണ് ഗ്രീഷ്മ ചെയ്തത്. തന്നെ ആ മരുന്നില്ലടാ, ആ മരുന്ന് അവസാനമായിട്ട് തീർത്താണ് ഞാൻ ഇച്ചാന് കൊടുത്തത്. അത് ഇച്ചാനും അറിയാം. അച്ഛൻ്റെ അവസാനത്തെ ദിവസമായിരുന്നു, അത് കഴിക്കേണ്ട ലാസ്റ്റ് ഡേ ആയിരുന്നു. അതിനുശേഷം എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. അതെന്റെ കയ്യിലില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നാണോ? നീ ഇങ്ങനെ ഓർത്ത് നോക്കുക, ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നു. ഞാൻ കഴിച്ച സാധനത്തിനാണ് ഞാൻ കൊടുത്തത്, അതിനപ്പുറം എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഒന്നും അതിന് കലർത്തിയിട്ടൊന്നും ഇല്ല. എനിക്ക് അയാളെ കൊന്നിട്ട് എനിക്ക് എന്തോന്ന് കിട്ടാന്. ഇതിന്റെ ചേട്ടനോട് ചോദിക്കുമ്പോ നീ ചോദിക്കും, ഗ്ലാസ്സിലല്ലേ കുടിച്ചത്, ഗ്ലാസ്സിലെടുത്ത് മാറ്റി വെച്ചിരുന്നതാണോ ഞാൻ എടുത്ത് തന്നത് എന്ന് നീ ചോദിക്ക്. എനിക്ക് കള്ളം പറയണ കാര്യമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. കയ്പ് നോക്കാൻ വേണ്ടിയാണ്. ഞാൻ കുടിച്ചിട്ട് കയ്പ് എന്ന് പറയുമ്പോൾ ചേട്ടനെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കയ്പ് എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നത്. അമ്മയാണ് മരുന്നൊക്കെ വെച്ചിരിക്കുന്നത്, ഞാൻ എടുത്ത് മാറ്റി ഗ്ലാസ്സിലാണ് വെച്ചിരുന്നത്. നീ അത് ചോദിച്ചു നോക്ക്. കുടിച്ചതല്ലേ, അപ്പൊ അങ്ങേർക്ക് മറക്കൂലല്ലോ. നീ ചോദിച്ചു നോക്ക്. എന്തായാലും വരുന്ന തിങ്കളാഴ്ചയാണ് ഗ്രീഷ്മയ്ക്ക് എന്ത് ശിക്ഷയായിരിക്കും കോടതി വിധിക്കുക എന്നറിയാൻ സാധിക്കുന്നത്. ശിക്ഷാവിധിക്ക് മുന്നോടിയായുള്ള അന്തിമവാദം കോടതിയിൽ പൂർത്തിയായി. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ശിക്ഷാവിധിയിലുള്ള വാദം ആരംഭിച്ചത്. കേസിൽ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയ പ്രതി ഗ്രീഷ്മയ്ക്ക്
വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. എന്നാൽ പ്രതിയുടെ പ്രായം കണക്കിലെടുക്കണമെന്നും അതിനാൽ പരമാവധി കുറവ് ശിക്ഷ നൽകണമെന്നും പരമാവധി നൽകാവുന്ന ശിക്ഷ ജീവപര്യന്തമാണെന്നും കോടതിയെ പ്രതിഭാഗം അറിയിച്ചു. ഷാരോണിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും ചില സ്വകാര്യ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഗ്രീഷ്മയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചെന്നും മറ്റൊരു വിവാഹാലോചന വന്നപ്പോൾ തനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടേണ്ടെന്ന് ഷാരോൺ പറഞ്ഞിരുന്നതായും പ്രതിഭാഗം വാദിച്ചു. അത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന പ്രേരിപ്പിക്കുന്ന ഫാക്ടേഴ്സ് ഷാരോണിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് സ്ഥാപിക്കാനായിരുന്നു പ്രതിഭാഗത്തിന്റെ നീക്കം. ശിക്ഷാവിധിക്ക് മുൻപായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീർ ഗ്രീഷ്മയോട് ചോദിച്ചു. ഇതോടെ പറയാനുള്ള കാര്യങ്ങൾ ഗ്രീഷ്മ എഴുതി നൽകി. തനിക്ക് 24 വയസ്സ് മാത്രമാണ് പ്രായം, പഠിക്കണമെന്നും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ടെന്നും കത്തിൽ പറയുന്നു. മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ല, അതിനാൽ ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണമെന്നും ഗ്രീഷ്മ ആവശ്യപ്പെട്ടു. ഈ ഒരു കുറിപ്പിനൊപ്പം ബിരുദ സർട്ടിഫിക്കറ്റുകളും ഗ്രീഷ്മ കോടതിക്ക് കൈമാറി. ജഡ്ജി പ്രതിയെ ചേംബറിലേക്ക് വിളിപ്പിച്ച് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയുകയും ചെയ്തു. എന്നാൽ ഷാരോൺ വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം. ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയത്. അത്തരത്തിലുള്ള ചെകുത്താന്റെ ചിന്തകൾ, അതായത് ഡെവിളിഷ് തോട്ടുകളുള്ള വ്യക്തിയാണ് പ്രതിയായിട്ടുള്ള ഗ്രീഷ്മ എന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപാതകം നടത്തുകയായിരുന്നു. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണ്. ക്രൂരനായ ഒരു കുറ്റവാളിക്ക് മാത്രമാണ് ഇങ്ങനെയൊരു കൃത്യം ചെയ്യാൻ കഴിയുക. കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് കൃത്യം നടപ്പാക്കിയത്. 11 ദിവസം ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതി ഒരു ദയയും അർഹിക്കുന്നില്ലെന്നും കേസ് അപൂർവങ്ങളിൽ അപൂർവമായി കണ്ട് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കേരളത്തെ തന്നെ നടുക്കിയ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയെ കാത്തിരിക്കുന്ന ശിക്ഷാവിധി എന്തായിരിക്കും? പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട പ്രകാരം പരമാവധി ശിക്ഷയായ ക്യാപിറ്റൽ പണിഷ്മെന്റായ വധശിക്ഷ തന്നെ നൽകുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും ആ വിധി എന്നറിയാൻ ഈ വരുന്ന തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടതുണ്ട്.